നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. ആദ്യം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി. ഉത്തരവിറക്കിയത് റവന്യൂ വകുപ്പ്. ഏറ്റെടുക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ. തുടർ നടപടിക്ക് കോട്ടയം ജില്ലാ കളക്ടർക്ക് ചുമതല. വിശദാംശങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, ചെറുവള്ളി എസ്റ്റേറ്റിലാണ് 2263 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. ശബരിമല വിമാനത്താവളത്തിനായി കണ്ടെത്തിയിട്ടുള്ളത്. എരുമേലി മണിമല വില്ലേജിലെ ഈ ഭൂമിയാണ് ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ളതെന്ന കണ്ടെത്തലായിരുന്നു നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇപ്പോൾ തർക്കത്തിലുള്ള ഭൂമിയാണ്. തന്നെ തർക്കത്തിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ പ്രത്യേക നിയമപ്രകാരം സർക്കാർ ആ ഭൂമിയുടെ തുക കോടതിയിൽ കെട്ടിവെച്ചാകും ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശമുള്ള ഭൂമിയായിരുന്നു ഇത്. പിന്നീട് ഇത് സർക്കാർ ഏറ്റെടുത്തു സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ ഗോസ്പൽ ഓഫ് ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈവശമാണ് ഭൂമി എന്ന അവകാശവാദമായി അവരുമുണ്ട്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച കേസ് ഇപ്പോൾ പാലാ സബ് കോടതിയിലുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ലെന്ന് നേരത്തെ MG രാജമാണിക്യം അധ്യക്ഷനായ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പ്രകാരം കോട്ടയം ജില്ലാ കളക്ടർക്കാണ് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുത്താൽ മാത്രമേ സർക്കാരിന് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളിലേക്ക്, പരിസ്ഥിതിയാഘാത പഠനമടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കാനാകൂ. അതുകൊണ്ടാണ് എത്രയും വേഗം ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അരുണൊപ്പം തന്നെ തർക്കത്തിലുള്ള ഭൂമിയാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള നിയമ നടപടികൾ അത് ഏത് രീതിയിലായിരിക്കും? പാലാ സബ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത്തരത്തിൽ തർക്കഭൂമി ഏറ്റെടുക്കാൻ നിയമം സർക്കാരിന് അനുമതി നൽകുന്നുണ്ട്. ആ സെക്ഷൻ ഉപയോഗിച്ചാണ് ഭൂമി ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിക്ക് തുല്യമായ നഷ്ടപരിഹാര തുക കെട്ടിവെക്കണമെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ. ഈ ഭൂമിയുടെ വില പൂജ്യമായി കാണിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലെ മറ്റ് മരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങൾ തുടങ്ങിയവയ്ക്കാകും സർക്കാർ വിലയിടുക. അത്തരത്തിൽ വിലയിട്ടുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിനാവശ്യമായ തുക കോടതിയിൽ സർക്കാർ കെട്ടിവെക്കും. ഒപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചല്ലോ, ഭൂമിക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കും എന്ന രീതിയിൽ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഈ ഭൂമി അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ? നേരത്തെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശമുള്ള ഭൂമിയായിരുന്നു അത്. പിന്നീട് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ഗോസ്പൽ ഓഫ് ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ഈ ഭൂമി തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ നിലനിൽക്കുന്നത്. അവർക്ക് ഭൂമി അവരുടെ കൈവശമല്ലെന്നും സർക്കാർ ഭൂമിയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ, തഹസിൽദാർ റിപ്പോർട്ട് അടക്കം സർക്കാരിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടായാൽ ആ തുക കോടതിയിൽ കെട്ടിവെച്ചാൽ, തർക്കഭൂമിയുടെ തുക എത്രയാണോ അത് കോടതിയിൽ കെട്ടിവെച്ചാൽ മതിയാവും സർക്കാർ. അതുകൊണ്ടാണ് ആ തുക കോടതിയിൽ കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തത്. ഇപ്പോൾ സുശീല ഭട്ട്, മുൻ ഗവൺമെന്റ് പ്ലീഡർ, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി സുശീല ഭട്ട്, ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് ഉത്തരവും ഇട്ടുകഴിഞ്ഞു. അപ്പോൾ തർക്കഭൂമിയാണ്, അത് ഏറ്റെടുക്കുന്നതിനുള്ള നിയമ നടപടികൾ അത് ഏത് രീതിയിലായിരിക്കും? ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം കാലം ഈ ഭൂമി സർക്കാർ ഭൂമിയാണ്. സർക്കാർ ഭൂമി സർക്കാരിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നിയമം. ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പൈസ പിന്നെ അതിനു വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമില്ല. കോമ്പൻസേഷനുള്ള ലാൻഡ് എക്വയർ ചെയ്യുമ്പോഴുള്ള കോമ്പൻസേഷൻ സാധാരണ പ്രൈവറ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടിലുള്ള പെട്ട ഭൂമിക്ക് വേണ്ടി മാത്രമാണ് കോമ്പൻസേഷൻ തയ്യാറാക്കലും അത് പിന്നെ കോടതി മുമ്പാകെ കെട്ടിവെക്കലും. ആ ഡിസ്പ്യൂട്ട് തീരുമാനമാകുന്നത് വരെ കോടതിയിൽ അത് കെട്ടിവെച്ച് ഡിസ്പ്യൂട്ട് അനുസരിച്ച് ടൈറ്റിൽ അനുസരിച്ച് യഥാർത്ഥ അവകാശിക്ക് കൊടുക്കേണ്ടത്. ഇത് എല്ലാ രേഖകളിലും പിന്നെ പ്രൊസീഡിങ്സിലും എല്ലാം ഇത് അസന്നിഗ്ധമായി സ്ഥാപിക്കപ്പെട്ടതാണ്. ഇത് സർക്കാർ ഭൂമിയാണ്. ഈ ഉത്തരവിലും സർക്കാർ പറയുന്നു ഇത് ടൈറ്റിൽ എല്ലാം സർക്കാരിൻ്റെതാണെന്ന്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനെ ഈ പൈസ കെട്ടിവെച്ചിട്ട് ഇത് ലാൻഡ് എക്വിസിഷൻ ആക്ട് പ്രകാരം
ഭൂമി ഏറ്റെടുക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അതിലുണ്ട്. ശരി, വളരെ വ്യക്തമാണ് ശ്രീമതി സുശീല ഭട്ട്. വളരെയധികം നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് എക്സൈസ് ഡ്രൈവർ മരിച്ചത് പടിയൂർ സ്വദേശി 28-കാരനായ KP സുനിൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരുന്നു. രോഗം ബാധിച്ചത് എവിടെ നിന്നാണ് എന്ന് വ്യക്തമല്ല. സുനിലിന്റെ മരണത്തോടെ മട്ടന്നൂർ എക്സൈസ് ഓഫീസിലെ 18 പേർ നിരീക്ഷണത്തിൽ. ഒരാഴ്ച മുൻപ് റിമാൻഡ് പ്രതിയും കൊണ്ട് സുനിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും തോട്ടടയിലെ നിരീക്ഷണ കേന്ദ്രത്തിലും പോയിരുന്നു. എന്നാൽ രോഗം ബാധിച്ചത് എവിടെ നിന്നാണ് എന്ന് വ്യക്തമായിട്ടില്ല. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 21 കണ്ണൂരിൽ 144 പ്രഖ്യാപിക്കുന്നതിന് പോലീസ് ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്തെന്ന് SP യതീഷ് ചന്ദ്ര. നഗരത്തിലെ കണ്ടെയ്ൻമെന്റ് സോണിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രധാന ഇടങ്ങളിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം പോലീസ് ആരംഭിച്ചതായും യതീഷ് ചന്ദ്ര. 14-കാരന് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ണൂർ നഗരത്തിൽ നിയന്ത്രണം കർശനം. കോർപ്പറേഷനിലെ 51, 52, 53 ഡിവിഷനുകൾ പൂർണ്ണമായും അടച്ചിടും. ഇവിടെ നിലവിൽ 18ഓളം റോഡുകൾ പോലീസ് അടച്ചു. കണ്ണൂരിൽ ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്ന സൈനികൻ വാഹനാപകടത്തിൽ മരിച്ചത് മാവിലായ് സ്വദേശി വൈശാഖ്. 25 വയസ്സായിരുന്നു. കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് അഭിഷേക് ബാബു മരിച്ചു. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി. എറണാകുളം കളമശ്ശേരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ്. 2 ദിവസം മുൻപ് ഇദ്ദേഹം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ അടയ്ക്കേണ്ടി വരും. കളമശ്ശേരിയിലെ പോലീസുകാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും നിരീക്ഷണത്തിലാക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. പകരം പോലീസുകാരെ നിയോഗിക്കും. കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരനുമായി സമ്പർക്കം ഉള്ളവരുടെ പട്ടിക തയ്യാറായി. 13 പേർക്ക് നേരിട്ട് സമ്പർക്കമുണ്ട്. എല്ലാ പോലീസുകാർക്കും ഫേസ് ഷീൽഡ് നൽകുമെന്നും മന്ത്രി. പ്രവാസികളെ സർക്കാർ ഗുരുതര പ്രതിസന്ധിയിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രമം. പിറന്ന നാട്ടിലേക്ക് തിരികെ വരിക എന്നത് എല്ലാവരുടെയും അവകാശമാണ്. ഇതാണ് സർക്കാർ നിഷേധിക്കുന്നത്. മുഖ്യമന്ത്രിയുടേത് വിചിത്രമായ വാദങ്ങളെന്നും മനുഷ്യത്വരഹിതമായ നടപടികളാണെന്നും ചെന്നിത്തല. കോവിഡ് പരിശോധന ആവശ്യപ്പെടുന്നത് ഗൾഫിൽ ഉള്ളവരോട് മാത്രം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരോട് എന്തുകൊണ്ട് ഈ നിബന്ധന വയ്ക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല. രോഗമുള്ളവരെ കൊണ്ടുവരാൻ പ്രത്യേക വിമാനം പ്രായോഗികമല്ല. ഇതറിയാമായിരുന്നിട്ടും മുഖ്യമന്ത്രി മറച്ചുവെച്ച് സംസാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. പ്രവാസി വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ ഉപവസിക്കും. രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഉപവാസം. മുഖ്യമന്ത്രിയും കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും തർക്കം മാറ്റിവെച്ച് സംസാരിച്ചാൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ. റാപ്പിഡ് ടെസ്റ്റ് വേണമെന്ന ആശയം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത് നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. വന്ദേ ഭാരത് മിഷൻ നിർത്തിവെക്കുമെന്ന V മുരളീധരന്റെ പ്രസ്താവന പ്രവാസികളെ കൂടുതൽ പരിഭ്രാന്തരാക്കുമെന്നും മുനീർ. പ്രവാസി വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ സത്യഗ്രഹത്തിൽ. അസുഖമുള്ളവരെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരണമെന്ന സുരേന്ദ്രൻ, ആരും നാട്ടിലേക്ക് വരാതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണമെന്നും ആവശ്യം. കേരളത്തിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം. കോഴിക്കോട് മാനാഞ്ചിറയിൽ റോഡ് ഉപരോധിച്ചു. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അഭിമന്യു വധക്കേസിലെ മുഖ്യപ്രതി സഹലിനെ റിമാൻഡ് ചെയ്തു. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കറുകുറ്റിയിലെ ഡിറ്റക്ഷൻ സെന്ററിൽ 2 ദിവസം കഴിയും. പരിശോധനാ ഫലം നെഗറ്റീവായാൽ ജയിലിലേക്ക് മാറ്റും. സഹൽ കീഴടങ്ങിയത് എറണാകുളം സെഷൻസ് കോടതിയിൽ. അഭിമന്യുവിനെ കുത്തിയത് സഹലായിരുന്നു. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന സൈനികതല ചർച്ചകൾ പുരോഗമിക്കുന്നു. ഗൽമാനിലെ ചൈനീസ് അവകാശവാദം അതിശയോക്തിപരമെന്ന് ഇന്ത്യ. ജൂൺ 6 സൈനിക തലത്തിലെ ധാരണയ്ക്ക് വിരുദ്ധമാണ് ചൈന സ്വീകരിക്കുന്ന നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ. ഇന്ത്യയെ കുറ്റപ്പെടുത്തി ചൈന. ഇന്ത്യയാണ് അതിർത്തി കടന്നത് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. സംഘർഷം ഉണ്ടാക്കിയതും ഇന്ത്യ തന്നെയെന്ന് ചൈന. ഗൽവാനിൽ വീരമൃത്യു വരിച്ച ജവാന്മാർ ഇനി ധീരമായ ഓർമ്മ. ഹവിൽദാർ സുനിൽകുമാറിന്റെ മൃതദേഹം ബീഹാറിലെ ബിഹ്ദയിൽ സംസ്കരിച്ചു.
കേണൽ സന്തോഷ് ബാബുവും ധീരസ്മരണയായി. തെലങ്കാനയിലെ സൂര്യപേട്ടയിൽ മൃതദേഹം സംസ്കരിച്ചു. ലഡാക്കിലെ സ്ഥിതി ഗുരുതരമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. ചൈനയുമായുള്ള വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ചർച്ചയിൽ ഉൾപ്പെടുത്തണം. ദേശീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കേണ്ടത് എന്നും പ്രണബ് മുഖർജി. ചൈനയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി പസഫിക് സമുദ്രത്തിൽ അമേരിക്കയുടെ സേനാ വിന്യാസം. ഒരേ സമയം 3 വിമാനവാഹിനി കപ്പലുകൾ അമേരിക്ക ചൈനയ്ക്കെതിരെ വിന്യസിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. ഓരോ കപ്പലിലും 60-ലേറെ വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും US വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ. പ്രതിസന്ധികളെ ഇന്ത്യ അവസരമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്ത് ഇന്ത്യ സ്വയം പര്യാപ്തമായി മാറും. ഇറക്കുമതി കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും കൽക്കരി ഖനനം ലേലം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. ആത്മവിശ്വാസത്തോടെ നിൽക്കണമെന്ന് കോവിഡ് പഠിപ്പിച്ചുവെന്ന് മോദി. കൽക്കരി ഖനി ലേലം ചരിത്രത്തിലെ വലിയ കുതിപ്പ്. ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ വൻതോതിൽ കുറയ്ക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി. 20 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി. സൈനികരെ ആയുധമില്ലാതെ അയച്ചത് എന്തിനാണ്? നിരായുധരായ സൈനികരെ കൊല്ലാൻ ചൈനയ്ക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നും രാഹുൽ. ഇന്ത്യയുടെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള നേപ്പാളിന്റെ പുതിയ ഭൂപടത്തിന് നേപ്പാൾ ഉപരിസഭയുടെ അംഗീകാരം നൽകിയത് പുതിയ ഭൂപട ഭേദഗതി ബില്ല് വോട്ടിനിട്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായ കാലാപാനി, ലിബുലേഖ്, ലിംബിയാധുര പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ഭൂപടം. UN രക്ഷാസമിതിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ. 193 അംഗ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യക്ക് 184 വോട്ടുകൾ. 2021-22 വർഷത്തേക്കാണ് അംഗത്വം. ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ അംഗത്വം ലഭിക്കുന്നത് 8ാം തവണ. അയർലൻഡ്, മെക്സിക്കോ, നോർവേ എന്നീ രാജ്യങ്ങൾക്കും അംഗത്വം. UN രക്ഷാസമിതിയിൽ ആകെയുള്ളത് 15 അംഗങ്ങൾ. ഇതിൽ 5 അംഗങ്ങൾക്ക് സ്ഥിരാംഗത്വം. UN രക്ഷാസമിതിയിലെ അംഗത്വം ഇന്ത്യക്ക് ലഭിച്ച അംഗീകാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമൂഹം ഇന്ത്യക്ക് മികച്ച പിന്തുണ നൽകി. മറ്റംഗങ്ങളുമായി ചേർന്ന് സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി രാജ്യം പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി. UN രക്ഷാസമിതി അംഗത്വത്തിൽ ഇന്ത്യയെ അഭിനന്ദിച്ച അമേരിക്ക. രക്ഷാസമിതിയിലേക്ക് വിജയകരമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിനന്ദിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. അന്താരാഷ്ട്ര സമാധാനത്തിനായി ഇന്ത്യയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് സന്തോഷകരമെന്നും അമേരിക്ക. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 12,884 പേർക്ക് കോവിഡ്. ഒരു ദിവസത്തിനിടെ 334 മരണം. ആകെ കോവിഡ് മരണം 12,237. ഡൽഹിയിൽ സ്ഥിതി കൂടുതൽ രൂക്ഷം. മരണം 2000-ഓട് അടുക്കുന്നു. ഒറ്റ ദിവസം മാത്രം 67 മരണം. ഇതോടെ ആകെ മരണം 1904 ആയി. സംസ്ഥാനത്ത് 2414 പോസിറ്റീവ് കേസുകൾ കൂടി. ഡൽഹി ആരോഗ്യമന്ത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ശ്വാസമുട്ടലും കടുത്ത പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ഫലം പോസിറ്റീവ്. ആരോഗ്യവകുപ്പിന്റെ ചുമതല ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. പുതിയതായി 3307 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ 114 മരണം. ഇതോടെ ആകെ മരണം 5651 ആയി. ഗുജറാത്തിലും സ്ഥിതിയിൽ മാറ്റമില്ല. 27 പേർ കൂടി മരിച്ചു. ആകെ മരണസംഖ്യ 1561 ആയി. രോഗികളുടെ എണ്ണം 24,577. തമിഴ്നാട്ടിൽ രോഗികളുടെ എണ്ണം 50,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2174 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കോവിഡ് കണക്ക്. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 576 ആയി. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 84 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 4 ലക്ഷം കടന്നു. തുടർച്ചയായ 2ാം ദിവസവും 1,40,000-ഓളം പേർക്ക് പുതിയതായി വൈറസ്. അമേരിക്കയിൽ രോഗബാധിതർ 22.25 ലക്ഷം പിന്നിട്ടു. മരണം 1,20,000-ഓളം. രാജ്യം 1ാം ഘട്ട വൈറസ് വ്യാപനത്തെയാണ് നേരിടുന്നത് എന്ന് ആരോഗ്യ വിദഗ്ധർ. ആശങ്കാജനകമായ സ്ഥിതിയിൽ ബ്രസീൽ. രോഗികളുടെ എണ്ണം 9.5 ലക്ഷം കടന്നു. മരണം 46,000 പിന്നിട്ടു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് ഉപയോഗിച്ചുള്ള കോവിഡ് ചികിത്സ നിർത്തിവെച്ച് ലോകാരോഗ്യ സംഘടന.
മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് കോവിഡ് മരണങ്ങൾ ഒഴിവാക്കാൻ പ്രാപ്തമല്ല എന്ന് വിലയിരുത്തൽ. മരുന്നുകൊണ്ട് ഗുണമുണ്ടായില്ല എന്നും ലോകാരോഗ്യ സംഘടന. റഷ്യയിൽ രോഗികളുടെ എണ്ണം 5,53,000 കടന്നു. മരണസംഖ്യ 8,000-നടുത്തെത്തി. ഇതുവരെ രോഗം മാറിയത് 3,05,000-ഓളം പേർക്ക്. സൗദിയിൽ 24 മണിക്കൂറിനിടെ 5,000-ഓളം പേർക്ക് കോവിഡ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പുതുതായി കോവിഡ് ബാധിച്ചത് 4,919 പേർക്ക്. ജീവൻ നഷ്ടമായത് 39 പേർക്ക്. ആകെ രോഗികൾ 1,41,234 പേർ. കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇറ്റലിയെ മറികടന്ന് പെറു. ഇറ്റലിയിൽ 2,37,000 രോഗികൾ ഉള്ളപ്പോൾ പെറുവിൽ രോഗം ബാധിച്ചത് 2,41,000 പേർക്ക്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ പെറു 7ാം സ്ഥാനത്ത്. കോവിഡ് വ്യാപനത്തിൽ അടിപതറി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ബ്രസീലിന് പുറമെ ചിലി, പെറു, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു. പെറുവിൽ രോഗബാധിതർ 3 ലക്ഷത്തിലേക്കും ചിലിയിൽ 2 ലക്ഷത്തിലേക്കും അടുക്കുന്നു. ദുബായിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. മരിച്ചത് കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി ലത്തീഫ്. 42 വയസ്സായിരുന്നു. ദുബായിൽ ടാക്സി ഡ്രൈവറായിരുന്നു. തുടർച്ചയായ 12ാം ദിവസവും ഇന്ധനവില കൊള്ള. പെട്രോൾ ലിറ്ററിന് 53 പൈസയും ഡീസലിന് 60 പൈസയും കൂട്ടി. 12 ദിവസം കൊണ്ട് പെട്രോളിന് കൂട്ടിയത് 6 രൂപ 53 പൈസ, ഡീസലിന് 6 രൂപ 68 പൈസയും കൂട്ടി. കോഴിക്കോട്ട് ബസ് കെട്ടിവലിച്ച് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം. പ്രതിസന്ധിയിലായ ബസ് വ്യവസായത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഡീസലിന് സബ്സിഡി ഏർപ്പെടുത്തുക, മിനിമം ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ഡീസൽ ചെലവ് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാനുള്ള പണം പോലും കിട്ടുന്നില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. വൈദ്യുതി ബില്ലിലെ അവ്യക്തത നീക്കാൻ മിനി സോഫ്റ്റ്വെയർ അവതരിപ്പിച്ച് KSEB. ഉപഭോഗം മനസ്സിലാക്കിയ ശേഷം ബിൽ തുക എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകുമെന്ന സോഫ്റ്റ്വെയറാണ് പുറത്തിറക്കിയത്. ന്യൂസ് 18 പ്രത്യേക ചർച്ചയിലാണ് KSEB ചെയർമാൻ NS പിള്ളയുടെ സോഫ്റ്റ്വെയർ പ്രഖ്യാപനം. ബിൽ അടയ്ക്കാത്തതിന്റെ പേരിൽ ആരുടെയും വൈദ്യുതി വിച്ഛേദിക്കില്ല എന്ന് KSEB ചെയർമാൻ NS പിള്ള. ബിൽ തുക ഘട്ടം ഘട്ടമായി അടയ്ക്കാൻ സൌകര്യം നൽകും. യഥാർത്ഥ ബില്ലിനേക്കാൾ തുക ഈടാക്കിയിട്ടുണ്ടെങ്കിലും അധികം തുക തിരികെ കിട്ടുമെന്നും NS പിള്ള ന്യൂസ് 18നോട്. സെർവർ തകരാറിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ടു. സെർവർ തകരാറിനായതിനെ തുടർന്ന് രാവിലെ മുതൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. റേഷൻ കടകളിൽ സംഘർഷ സാധ്യത നിലനിന്നതായി വ്യാപാരികൾ. ഓൺലൈൻ ക്ലാസുകൾക്ക് സർക്കാർ സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾ തൃപ്തികരമെന്ന് ഹൈക്കോടതി. മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ ക്ലാസ് നടത്തിയെന്ന് പരാതിപ്പെട്ട് നൽകിയ ഹർജികൾ തീർപ്പാക്കി. നടൻ നീരജ് മാധവിന്റെ പരാമർശത്തിൽ വിശദീകരണം തേടി ഫെഫ്ക. മലയാള സിനിമയിൽ മുളയിലെ നുള്ളുന്നവർ ഉണ്ടെന്നായിരുന്നു പരാമർശം. ഫെഫ്ക വിശദീകരണം തേടിയത് താരസംഘടന അമ്മയോട്. മലയാള സിനിമയിലെ ഗൂഢസംഘം ആരെന്ന് വിശദീകരിക്കണം. അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ ഒപ്പം നിൽക്കുമെന്നും ഫെഫ്ക. സമൂഹമാധ്യമങ്ങളിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സർക്കാർ ഉചിതമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഹൈക്കോടതി. സാമൂഹിക ക്രമം നിലനിർത്തേണ്ട സുപ്രധാന ചുമതല സർക്കാരിനാണ്. നിലവിലുള്ള നിയമപ്രകാരം അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ സർക്കാരിന് നടപടിയെടുക്കാം. പോലീസ് ജാഗ്രത പാലിച്ചാൽ മതിയെന്നും കോടതി. കട്ടച്ചിറ പള്ളിയിൽ സംഘർഷം സൃഷ്ടിച്ച യാക്കോബായ വിഭാഗക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. 3 വികാരിമാർ ഉൾപ്പെടെ 11 പേർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്ന ഇവർക്ക് 2 ആൾജാമ്യവും 50,000 രൂപയും കെട്ടിവെച്ചാൽ അന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നും കോടതി. യുവതി ബാങ്ക് വാതിലിലെ ചില്ല് തകർന്ന് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഗ്ലാസ് വാതിലുകൾ ചില്ല് ഭിത്തിയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ചില്ലുകൾ സുതാര്യമാകരുത്. വാതിൽ തുറന്നു കിടക്കുകയാണ് എന്ന പ്രതീതിയും ഉണ്ടാകരുത്. ഗ്ലാസുകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി. എറണാകുളം ജില്ലയിലെ വ്യാപാര, വാണിജ്യ, ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ചില്ലുഭിത്തികളുടെ ഗുണനിലവാരം ഉടമകൾ ഉറപ്പുവരുത്തണമെന്ന് കളക്ടർ S. സുഹാസ്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഉത്തരവ്. സ്റ്റിക്കറോ അടയാളങ്ങളോ പതിപ്പിച്ച് ചില്ലുഭിത്തികൾ തിരിച്ചറിയിക്കണമെന്നും കളക്ടർ. സുതാര്യത മൂലം ഗ്ലാസ് ഭിത്തികൾ തിരിച്ചറിയപ്പെടാതെ പോകരുത് എന്ന് എറണാകുളം ജില്ലാ കളക്ടർ S. സുഹാസ്. വാതിലുകൾ തുറക്കേണ്ട ദിശ കൃത്യമായ മലയാളത്തിലും ഇംഗ്ലീഷ് ഭാഷകളിലും രേഖപ്പെടുത്തണം. 45 ദിവസത്തിനുള്ളിൽ സുരക്ഷിതമായ ഗ്ലാസുകൾ സ്ഥാപിക്കണമെന്നും കളക്ടറുടെ ഉത്തരവ്.
ബാലാവകാശ കമ്മീഷനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയമനം നടത്തണം എന്നും സുധീരൻ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ പ്രൊഫസർ ആശ കിഷോർ തുടരും. നിയമനം 5 വർഷത്തേക്ക്. 2025 ഫെബ്രുവരിയിൽ വിരമിക്കുന്നതുവരെ പ്രൊഫസർ ആശ കിഷോറിന് ഡയറക്ടറായി തുടരാം. അപൂർവ സ്നേഹത്തിന്റെയും നന്മയുടെയും മാതൃകയായി കൊച്ചിയിലെ ഡോക്ടർ മേരി അനീത. കോവിഡ് ബാധിച്ച മാതാപിതാക്കളുടെ 6 മാസം പ്രായമായ കുഞ്ഞിന്റെ ശുശ്രൂഷ ചുമതല ഡോക്ടർ ഏറ്റെടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഒരു മുറിയിൽ ഒരുമിച്ചാണ് ഇരുവരും. ഇന്നു മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രവേശനമില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവേശനം തടഞ്ഞത് ഈ മാസം 30 വരെ. പൂജകൾ മുടക്കമില്ലാതെ നടക്കുമെന്ന് ദേവസ്വം ബോർഡ്. കോഴിക്കോട്ട് ബവറേജിൽ നിന്ന് മദ്യം കടത്തിയ ജീവനക്കാർക്ക് സസ്പെൻഷൻ. നടപടി ജീവനക്കാരനായ മോഹനചന്ദ്രൻ, വിനോദ് കുമാർ, നിഖിൽ എന്നിവർക്കെതിരെ. മാവൂർ റോഡിലെ ഔട്ട്ലെറ്റ് തുറന്ന് കടത്തിയത് 3.5 ലക്ഷം രൂപയുടെ മദ്യം. സ്വിഗ്ഗിയിലെ ഡെലിവറി വിഭാഗം ജീവനക്കാർ കൊച്ചിയിലും പണിമുടക്കിൽ. വെട്ടിക്കുറച്ച ആനുകൂല്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. സമരം തുടങ്ങിയതോടെ ആപ്പ് വഴിയുള്ള ഓർഡർ സ്വീകരിക്കലും വിതരണവും മുടങ്ങി. തിരുവല്ല കവിയൂരിൽ വൃദ്ധനെ മർദ്ദിച്ച സംഭവത്തിൽ മകൻ ഒളിവിൽ. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത്. പ്രതി മദ്യലഹരിയിലാണ് അക്രമം കാട്ടിയത് എന്ന് പോലീസ്. മൂന്നാറിൽ വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ട്രാൻസ് വുമൺ റീനയ്ക്ക് ആശ്വാസം. റീനയെ കോട്ടയത്തെ ട്രാൻസ് വുമൺ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും. ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിന്റേതാണ് തീരുമാനം. റീനയുടെ ദുരവസ്ഥ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് റീന കുടിൽ കെട്ടിയത് റവന്യൂ ഭൂമിയിൽ. റവന്യൂ അധികൃതർ എത്തി ഷെഡ് പൊളിച്ചു നീക്കി. പിന്നീട് പോലീസ് ഇടപെട്ട് റീനയെ വാടക വീട്ടിൽ തിരികെയാക്കുകയും ചെയ്തിരുന്നു. എറണാകുളം പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ അന്വേഷണം വഴിമുട്ടി. തട്ടിയെടുത്ത പണം കണ്ടെത്താനാകാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ. രണ്ടാമത്തെ കേസിലെ 73 ലക്ഷം രൂപ സംബന്ധിച്ച ദുരൂഹത തുടരുന്നു. കേസിലെ പ്രതികളും CPM മുൻ പ്രാദേശിക നേതാക്കളുമായ അൻവറും ഭാര്യ ഖൗലത്തും ഉടൻ കീഴടങ്ങിയേക്കുമെന്നും വിവരം. മലപ്പുറം കാളികാവ് റേഞ്ചിന് കീഴിലെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതായി പരാതി. ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർ കൂട്ടുകാരുമായി വനത്തിലൂടെ ട്രെക്കിംഗ് നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടുമെന്ന് DFO. സംഭവത്തിൽ അന്വേഷണവും നടത്തും. കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് UDF കൌൺസിലർമാരുടെ മാർച്ച്. കൌൺസിലർ AB സാബുവിനെ മർദ്ദിച്ച ആൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചതിൽ പ്രതിഷേധം. കൌൺസിലർമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമരം ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ. ചുവപ്പ് നാടയിൽ കുരുങ്ങി കന്നുകാലി ഫാം അടച്ചുപൂട്ടലിന്റെ വക്കിൽ. വഴിമുട്ടിയിരിക്കുന്നത് അങ്കമാലി ചന്ദ്രമണി ഫാമിന്റെ പ്രവർത്തനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കടുത്ത നിർദ്ദേശങ്ങളാണ് ഫാമിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കാരണം. കോൺക്രീറ്റിംഗും 20 അടി ഉയരത്തിൽ ഭിത്തി നിർമ്മാണവും അടക്കം 15 ദിവസത്തിനകം പൂർത്തിയാക്കിയില്ല എങ്കിൽ ഫാം പൂട്ടണമെന്ന് നിർദ്ദേശം. കന്നുകാലി ഫാം പൂട്ടേണ്ടി വരില്ല എന്ന് മന്ത്രി EP ജയരാജൻ. ഫാമിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാം. ഇത്തരം സംരംഭങ്ങൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.